ദാമ്പത്യം. രചന അവതരണം മിത്രവിന്ദ. മാരാരോട് ഇത്തിരി ദേഷ്യത്തിൽ സംസാരിച്ചതുകൊണ്ട് ബദ്രിക്ക് പിന്നീട് അവന്റെ അടുത്തേക്ക് ചെല്ലുവാൻ ഒരിത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ശോ, ദേവേട്ടൻ എന്ത് വിചാരിച്ചു കാണും? പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. അല്ലെങ്കിലും മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യമല്ലേ ചെയ്തു കൂട്ടിയത്. പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കൂ? ഭദ്ര നഖം കടിച്ചുകൊണ്ട് ആലോചനയിൽ ആണ്ടു നിന്നു. അവനും അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്നില്ല. അതും മനഃപൂർവ്വം തന്നെ. ഭദ്ര വരുമോ എന്നറിയുവാനായി മാരാരും അവന്റെ മുറിയിൽ തന്നെ ഇരുന്നു. ഭദ്രയാണെങ്കിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് 2 തവണ മുറിയുടെ വാതിൽക്ക് വന്ന് ഒന്ന് എത്തി നോക്കി. അവൻ അകത്തെ മുറിയിൽ കട്ടിലിൽ കിടക്കുന്നതാണ് കണ്ടത്. നേരം കുറേ കിടപ്പ് തുടങ്ങിയിട്ട്. ഇതെന്താ എണീറ്റ് വരാത്തെ? താൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോ ആവോ? ദേവേട്ടന് ഫീൽ ചെയ്ത് കാണും. ഭദ്ര വല്ലായ്മയോടെ മാരാരുടെ മുറിയിലേക്ക് നോക്കി. തോന്നിവാസം കാണിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ പറയോ? ഇതേ വരിയായിട്ടും താൻ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഭദ്രയ്ക്കാണെങ്കിൽ സങ്കടം തോന്നി. ദേവേട്ടൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ട്. എന്നാലും മനസ്സിൽ എവിടെയോ ഒരു പിടിവലി മുറുകുന്നു. ഗുരുവായൂരപ്പ, ആകെ കൂടി പെട്ടുപോയല്ലോ. ഈ മനുഷ്യൻ കാരണം എന്റെ സമാധാനം പോയി. കുഞ്ഞമ്മു പതിയെ എന്തൊക്കെയോ ബഹളം കൂട്ടുന്നുണ്ട്. കുഞ്ഞിൻ്റെതായ ഭാഷയിലെ തന്നെത്താനെ ഓരോന്നൊക്കെ പറയുകയാണ്. സാധാരണയായിട്ട് കുഞ്ഞുമോന്റെ ശബ്ദം കേൾക്കുമ്പോൾ മാരാർ എഴുന്നേറ്റ് വരുന്നതാണ്. എന്നാൽ ഇന്ന് അവൻ ശ്രദ്ധിക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ഭദ്രയ്ക്ക് ചെറുതായി ദേഷ്യം വന്നു. അങ്ങനെങ്ങ് വിട്ടാലും ശരിയാവില്ലല്ലോ. ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നു. മാരാർ കട്ടിലിൽ കിടക്കുകയാണ്. അവൾ അവന്റെ അരികിലായി കുഞ്ഞിനെയും കൊണ്ടിരുന്നു. എന്നിട്ട് മാരാരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. കുഞ്ഞമ്മൂ, മാരാർ നീട്ടി വിളിച്ചു. എടാ പൊന്നു. അവൻ വീണ്ടും വിളിക്കുകയാണ്. അതനുസരിച്ച് കുഞ്ഞമ്മു കിടന്ന് ബഹളം കൂട്ടുന്നുണ്ട്. ദേവച്ചന്റെ ചുന്ദരിവാവേ പൊന്നു. അവൻ വീണ്ടും വീണ്ടും വിളിച്ചു. അതിനനുസരിച്ച് കുഞ്ഞമ്മു ഭദ്രയുടെ മടിയിലിരുന്ന് ഇളകുകയാണ്. ഭദ്ര കുഞ്ഞമ്മൂനെ അവന്റെ അരികിലായി കിടത്തി. പൊന്നെ, എടാ. മാരാർ ചെരിഞ്ഞു വന്നിട്ട് കുഞ്ഞമ്മൂനെ കെട്ടിപ്പിടിച്ചു. ഭദ്രലക്ഷ്മി എന്നൊരാൾ തന്റെ അരികിൽ ഇരിക്കുന്നതായി പോലും അവൻ നടിച്ചില്ല. ഭദ്രയ്ക്കാണെങ്കിലും ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. അവൾ മാരാരുടെ മുഖത്തേക്ക് വീണ്ടും ദേഷിച്ചു നോക്കി. അതേ, അവൾ എന്തോ പറയാൻ തുടങ്ങിയതും മാരാർ പെട്ടെന്ന് കൈയെടുത്ത് വിലക്കി. ഭദ്ര, താൻ എന്നോട് സംസാരിക്കാൻ വരണ്ട. കേൾക്കാൻ എനിക്കൊട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ്. അവൻ പറയുന്ന കേട്ടതും ഭദ്രയുടെ കണ്ണും ഇഴിഞ്ഞു. ഈ കുഞ്ഞിനെന്നെ അറിയാം, എന്റെ സ്വഭാവവും അറിയാം. ഇനി നിന്നെ കൂടുതൽ ബോധിപ്പിക്കാനൊന്നും എനിക്കിപ്പോൾ സൗകര്യമില്ലടി, മാരാർ പറഞ്ഞു. ഭദ്രയ്ക്ക് ശരിക്കും സങ്കടം വന്നു. കണ്ണൊക്കെ നിറയാൻ തുടങ്ങുന്നുണ്ട്. എങ്കിലും അവന്റെ മുൻപിൽ അങ്ങനെ കരഞ്ഞു കാണിക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. കുഞ്ഞുമോനെ അവിടെ കിടത്തിയിട്ട് ഭദ്ര അപ്പോഴേക്കും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. കുഞ്ഞു. ഭദ്രമ്മ പിണങ്ങി തോന്നുന്നു. അവൻ കുഞ്ഞുവിനോട് പതിയെ പെറുപെറുത്തു. ഭദ്ര നേരെ അടുക്കളയിലേക്കാണ് പോയത്. ദേവകി ചേച്ചി ഭക്ഷണമൊക്കെ എടുത്ത് ചൂടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോറും കറികളും ഒക്കെ എടുത്ത് അവൾ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ചു. എല്ലാം ഒന്നുകൂടൊന്ന് മൂടിപ്പെറുക്കി വെച്ച ശേഷം അവിടെ കിടന്നിരുന്ന കസേരയിൽ ഇത്തിരി നേരം ഇരുന്നു. മാരാരാണെങ്കിൽ കുഞ്ഞമോനെയും എടുത്ത് ഹോളിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഭദ്ര എന്ത് ചെയ്യാണെന്ന് അറിയാൻ വേണ്ടി. അവൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു. അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടതും മാരാർ തിരിഞ്ഞ് ഉമ്മറത്തേക്ക് പോയി. പണ്ട് താൻ തനിച്ചായിരുന്നപ്പോൾ അനുഭവിച്ച വിഷമവും ദുഃഖവും ഒന്നും തനിക്കിപ്പോഴില്ല. തൻ്റെ കൂടെ ദേവേട്ടനും കുഞ്ഞവും ഉണ്ടെന്ന ആ ഒരു വലിയ തിരിച്ചറിവ് അവൾക്ക് നൽകുന്ന സമാധാനവും ആശ്വാസവും അത് ചെറുതല്ലായിരുന്നു. പക്ഷേ ആ മുഖത്തെ ഗൗരവം, അത് ഓർക്കുമ്പോൾ ഒരു ഭാരമാണ് തൻ്റെ നെഞ്ചിലെന്ന് അവൾ ഓർത്തു. അശ്വിനാണെങ്കിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ മിക റൂമിലില്ലായിരുന്നു. അവൾ സരസ്വതിയമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് അശ്വിൻ കേട്ടു. മിക. ഇത്തിരി നേരം കഴിഞ്ഞതും അശ്വിൻ വിളിച്ചു. എന്തോ? ഉറക്ക വിളി കേട്ടുകൊണ്ടവൾ അവന്റെ അരികിലേക്ക് ഓടി വന്നു. നീ എന്തിനാ ഇങ്ങനെ പാഞ്ഞു വരുന്നത്? ഞാൻ വെറുതെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഓടി വന്നവളെ നോക്കി അവൻ പറഞ്ഞു. ഞാൻ അമ്മയോട് സംസാരിച്ചു നിൽക്കുമായിരുന്നു. അശ്വിൻ എന്താ വിളിച്ചേ? ഏയ്, നിന്നെ കാണാഞ്ഞതുകൊണ്ട് വിളിച്ചതാ. അശ്വിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. ഒത്തിരി സമയം ഇരുന്നാൽ
ചിലപ്പോൾ ടേസ്റ്റ് മാറും. കുറച്ച് കൊണ്ടുവന്നാൽ മതി, ഒരുപാട് വേണ്ട. അവൻ പറഞ്ഞതും മിക്ക ജ്യൂസ് എടുക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പോയി. സാധാരണയായിട്ട് മിക്കയോ അമ്മയോ എന്തെങ്കിലും ചോദിച്ചാൽ അശ്വിൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവരോട് തട്ടിക്കയറും. എന്നാൽ ഇപ്പൊ പെട്ടെന്ന് അവനിലുണ്ടായ മാറ്റത്തിന് കാരണക്കാരൻ മാരാരാണെന്ന് മിക്കയ്ക്കറിയാം. അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയ ആളാണ് മാരാർ. താൻ ഉദ്ദേശിച്ചതുപോലെ ദുഷ്ടനും ഭീകരനും ഒന്നും അല്ല മാരാർ. ആൾക്ക് ഗൗരവവും ദേഷ്യവും ഒക്കെ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. അശ്വിന്റെ അസുഖമൊക്കെ കഴിഞ്ഞ് മാരാരും ബദ്രിയും അടങ്ങി വരുമ്പോൾ അവരോട് കമ്പനി ആവണമെന്ന് മിക്ക ഓർത്തു. അവളൊരു ഗ്ലാസ്സിലേക്ക് പാതി ജ്യൂസ് പകർന്നൊഴിച്ചു. എന്താ മോളെ, എന്തിനാവൻ വിളിച്ചേ? സരസ്വതി മിക്കയുടെ അടുത്തേക്ക് വന്നു. അമ്മേ, അശ്വിൻ ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞു. ഫുള്ള് വേണ്ട, കുറച്ചു മതിയെന്ന്. ആ, കൊടുക്കും മോളെ. മിക്ക ജ്യൂസുമായിട്ട് അശ്വിന്റെ അടുത്തേക്ക് വന്നു. ഏത് നശിച്ച നേരത്താണോ ഈ പനി പിടിച്ചത്, എനിക്കങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവൻ മിക്കയോട് പറഞ്ഞു. സാരമില്ല അശ്വിൻ, എന്തായാലും പനി വന്നു, ഇനി കുറച്ചു ദിവസം കൂടി സഹിച്ചാൽ മതി, അപ്പോഴേക്കും എല്ലാം മാറിക്കോളും. അവൾ അശ്വിന്റെ അടുത്തേക്ക് ഇരിക്കാൻ തുടങ്ങിയതും അവൻ കൈയെടുത്ത് വിലക്കി. വേണ്ട, ഇവിടെ ഇരിക്കണ്ട, നിനക്ക് പനി പിടിച്ചാലോ? പിടിച്ചാൽ ഞാനും ഇതുപോലെ റൂമിലിരുന്നോളാം, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഓ, ഈ ഇരിപ്പെന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 ദിവസം ഇരുന്നാലേ നമുക്കതിന്റെ സുഖം മനസ്സിലാകത്തുള്ളൂ. ആ, അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അശ്വിൻ എന്റെ കാര്യമോർത്ത് ടെൻഷൻ ആവണ്ട. മിക അവന്റെ കയ്യിൽ മെല്ലെയൊന്ന് വിരലൊടിച്ചു. ഇത്തിരി നേരം അവൾ ആ പ്രവൃത്തി തുടർന്നു. ഞാൻ നിന്നെ വിഷമിപ്പിച്ചോ? ഒടുവിൽ അശ്വിൻ മെല്ലെ അവളോട് ചോദിച്ചു. ഏയ്, അങ്ങനൊന്നും ഇല്ലെന്നേ. അശ്വിന് വയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അവൾ ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. ബാക്കിയുള്ളവൻ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, ഇതിപ്പോ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. ചങ്കു പൊട്ടാതിരിക്കോടി. അശ്വിൻ പറയുന്ന കേട്ട് മിക അവനെ നോക്കി നെറ്റി ചൊളിച്ചു. ചെറിയ കുറുമ്പോടെ അവൻ അവളെ നോക്കി കണ്ണിറുക്കി. അപ്പോഴേക്കും മറ്റൊന്നും നോക്കാതെ അവൾ അശ്വിന്റെ അരികിലേക്ക് വന്നിരുന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഒരുമിച്ചിരുന്നാണ് അത്താഴം കഴിച്ചതെങ്കിലും ബദ്രിയോട് കൂടുതലായിട്ടൊന്നും മാരാർ സംസാരിച്ചില്ല. ആദ്യമൊക്കെ ദേഷ്യം തോന്നിയിരുന്നവൾക്ക് പോകെ പോകെ എന്തൊക്കെയോ സങ്കടം പോലെ. ദേവേട്ടൻ മിണ്ടാതിരിക്കുന്നത് അത്രമേൽ അവളെ പിടിച്ചുലച്ചു. കിടക്കാൻ വേണ്ടി ഭദ്ര റൂമിലെത്തി. മാരാർ അപ്പോഴും ഹോളിലിരിപ്പുണ്ട്. കുഞ്ഞമ്മോ സമയത്ത് കളിയും ബഹളവും ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. ദേവേട്ട, അവൾ വിളിച്ചപ്പോ മാരാർ മുഖമുയർത്തി. എന്താ? കിടക്കാൻ വരുന്നില്ലേ? താൻ കിടന്നോളൂ. അപ്പൊ ദേവേട്ടനോ? എനിക്ക് ഉറക്കം വരുമ്പോ കിടക്കും, അവൻ തികഞ്ഞ ഗൗരവത്തിൽ പറഞ്ഞു. ഭദ്ര അവന്റെ അടുത്തേക്ക് വന്ന് നിന്നു. ഭക്ഷണത്തരം കാണിച്ചുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? തെറ്റിനെ തെറ്റായി അംഗീകരിക്കണം ദേവേട്ട, അല്ലാണ്ട് മുഖം വീർപ്പിച്ച് നടന്നിട്ട് കാര്യമില്ല. ഭദ്ര പറയുകയാണ്. മാരാർ പക്ഷെ അവളെ ഗൗനിക്കാൻ പോലും തുനിഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ ഞാൻ സത്യമായിട്ടും പേടിച്ചുപോയി. ഇങ്ങനെയൊക്കെ ഞാനിടോ പ്രതീക്ഷിച്ചു? അതല്ലേ പറ്റിയേ? അതെ, ഞാൻ പറയുന്ന വല്ലതും ദേവേട്ടൻ കേൾക്കുന്നുണ്ടോ? ഭദ്ര അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽപ്പാണ്. താൻ പോയി കിടക്കാൻ നോക്ക്. ദേവേട്ടനും കൂടി വരൂ, നമ്മൾ ഒരുമിച്ചല്ലേ കിടന്നത്. പിന്നെന്താ ഇപ്പൊ എന്നോട് മാത്രം പോയി കിടക്കാൻ പറയുന്നത്? നിന്റെ കൂടെ ഞാൻ ഇനി ഒരുമിച്ച് കിടക്കുന്നില്ല ഭദ്ര. ചിലപ്പോ എന്റെ കയ്യോ കാലോ അബദ്ധവശാൽ വല്ലതും നിന്റെ ദേഹത്ത് വീണാൽ ഞാൻ വഷളത്തരം കാണിച്ചതാണെന്ന് നീ പറയും. എന്തിനാ വെറുതെ അപവാദം കേൾക്കുന്നത്? എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. അവൻ പറയുന്ന കേട്ടതും ശരിക്കും ഭദ്രയ്ക്ക് ദേഷ്യം വന്നു. അവൾ മാരാരുടെ അടുത്തേക്ക് വന്നിട്ട് മുഖം കുനിച്ചു. കയ്യോ കാലോ ദേഹത്ത് വെക്കുന്ന പോലെയാണോ മനുഷ്യ നിങ്ങൾ കുറച്ചു മുന്നേ എന്നോട് കാണിച്ചത്? എന്നിട്ട് കുഞ്ഞമ്മുമായിട്ട് അടിവെക്കും പോലും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് വ്യക്തമായി. അതെനിക്ക് മനസ്സിലായതുമാണ് കേട്ടോ. ഞാനത്ര പൊട്ടിയൊന്നുമല്ല. ഭദ്ര പറഞ്ഞു നിർത്തിയതും വലം കൈകൊണ്ട് അവളെ വലിച്ച് തന്റെ മടിയിലേക്ക് മാരാറിരുത്തി. എന്താടി, കുറച്ച് നേരമായല്ലോ നീ നിന്ന് കസറാൻ തുടങ്ങിയിട്ട്. വേണ്ട വേണ്ടെന്ന് വെക്കും തോറും നീ മാരാരേക്കാൾ വലിയ പുള്ളിയാവുകയാണല്ലോ. ചോദിച്ചുകൊണ്ടവൻ ഭദ്രയുടെ വയറിലൊന്ന് അമർത്തി. പെട്ടെന്നവള് അവന്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു. ദേവേട്ടാ, വിട്ടേ ഇങ്ങട്. അവൾ അവന്റെ അടുത്ത് നിന്നും എണീക്കാൻ ശ്രമിച്ചു. ഹ, അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിയാണോ ഞാൻ നിന്നെ പിടിച്ചെന്റെ മടിയിലേക്ക് വെച്ചത്? മാരാർ 2 കൈകൾ കൊണ്ടും അവളെ അങ്ങ് ബന്ധിച്ചു.
ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത്ര പാവൊന്നുമല്ല നീ. ഒരിക്കലുമല്ല. അതൊക്കെ ദേവേട്ടന്റെ വെറും തോന്നലായിരുന്നു. അവൾ പറയുകയാണ്. ഹും, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഒരു പാവം പെണ്ണാണല്ലോ എന്ന് കരുതി ജീവിതം കൊടുക്കാന്ന് വെച്ചപ്പോ അവൾ തലയിൽ കയറി നിരങ്ങുകയാണ്. ദേ മനുഷ്യ, വെറുതെ വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ട കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ദേവേട്ടനോട് പെരുമാറിയിട്ടുണ്ടോ? എപ്പോഴും പെരുമാറുണ്ടല്ലോ. എല്ലാത്തിനും കൂടിയുള്ളത് ഇന്ന് കഴിഞ്ഞല്ലോ. മെല്ലെ മെല്ലെ അവളുടെ ഭയം അകന്നു പോവുകയായിരുന്നു. അവന്റെ മടിയിലാണ് ഇരിക്കുന്നത് എന്ന് പോലും അവൾ മറന്നുപോയി. ഒപ്പം പിന്നിലേക്ക് ചാഞ്ഞു വന്ന് അവനോട് ഇത്തിരി കൂടി ചേർന്നു. അവന്റെ കരുത്തുറ്റ കൈകൾക്കുള്ളിൽ പെട്ടുപോയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സങ്കടമെല്ലാം എങ്ങോ മാഞ്ഞുപോയി. അവന്റെ ശ്വാസത്തിന്റെ ചൂട് തന്റെ കഴുത്തിനു പിന്നെ തട്ടുമ്പോൾ ബദരിയുടെ ഉള്ളിലൊരു വിറയൽ പടർന്നു. താൻ ദേവേട്ടനോട് അങ്ങനെ പറഞ്ഞത് ശരിയല്ലായിരുന്നുവെന്ന് മനസ്സ് മന്ത്രിക്കും പോലെ അവൾക്ക് തോന്നി. എടി ഭദ്രലക്ഷ്മി, നീ എന്റെ ഝാൻസി റാണിയാടി. അവളുടെ കാതോരം അവൻ പറഞ്ഞപ്പോ അവന്റെ നാവിൻ തുമ്പ് ബദ്രിയുടെ കാതിൽ ചെറുതായി ഒന്ന് പതിഞ്ഞു. തുടരും. എന്റെ ദേവേട്ട, നിങ്ങൾ ആളൊരു സംഭവം തന്നെ. ഈ മനുഷ്യനെ ഒന്ന് റൊമാൻറ്റിക് മൂഡിലാക്കാൻ ബാക്കിയുള്ളവൾ പാടുപെടുന്നത് ഇങ്ങനെ അറിയുന്നുണ്ടോ ആവോ?